പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നൊരു സ്പെഷ്യൽ ഓംലെറ്റാണ്. അപ്പം നമുക്ക് കാണാം. കുഞ്ഞുങ്ങളൊന്നും പച്ചക്കറി കഴിക്കുന്നില്ല എന്നത് മിക്ക അമ്മമാരുടെയും ഒരു പരാതിയാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറി കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഓംലെറ്റാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി ഒരു ചെറിയ ക്യാരറ്റ്, ബേബി ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ചെറിയ ക്യാരറ്റ് ഒന്ന്, കുറച്ച് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. അതിൽ ഒരു കുറച്ച് പച്ചമുളക്, ചെറിയൊരു സവാള, ഒരു ബീൻസ്, പകുതി ക്യാപ്സിക്കം, പിന്നെ കുറച്ച് കറിവേപ്പില, 2 മുട്ട. 2 മുട്ടയ്ക്ക് വേണ്ടി ഇത്രയും പച്ചക്കറികളെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തിൽ പിന്നെ നമുക്ക് കുറച്ച് മസാല ഐറ്റംസും കൂടി ചേർക്കണം. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ആദ്യം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ചട്ടി അടപ്പത്ത് വെച്ചു, ചൂടായിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർ വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ ചെയ്യുക. വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെയ്യുക. വെളിച്ചെണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വച്ചേക്കുന്ന ഉള്ളിയും ഇത്തിരി ഇഞ്ചി, പൊടിയായിട്ടരിഞ്ഞ ഇത്തിരി ഇഞ്ചിയും, ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കുന്ന കറിവേപ്പിലയും കൂടി ഇതിലേക്ക്, കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇതിലേക്കിട്ട് കൊടുക്കാം. ഇതിന് വേണ്ട മസാലകൾ: കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്. ഇത്രയും മസാലകളാണ് നമ്മൾ ഈ സ്പെഷ്യൽ ഓംലെറ്റിനകത്തിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് നാരങ്ങ, അതിൻ്റെ ഒരു ചെറിയ 4-5 തുള്ളി നാരങ്ങ ലെമൺ ജ്യൂസും വേണം. ഇത്രയും മസാലകൾ മാത്രമാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. നമുക്ക് ഇത് ഈ വഴന്ന് കിട്ടിയ ഉള്ളിയിലേക്ക് ഈ മസാലകളങ്ങ് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ എരിവ് കൺട്രോൾ ചെയ്യണം. മാത്രമല്ല പച്ചമുളകിൻ്റെ വിറ്റാമിൻസ് നമുക്ക് കിട്ടണം. പച്ചമുളകിൽ വിറ്റാമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത്. പക്ഷേ അധികം എരിവില്ലാത്തത് നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് എരിവ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കും. കുഞ്ഞുങ്ങൾക്ക്, വലിയവർക്കാണെങ്കിൽ കുറച്ച് എരിവൊക്കെ വെച്ച് ഉണ്ടാക്കാം. നമ്മൾ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, ഫ്രോസൺ ഗ്രീൻ പീസ് ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മൾ തയ്യാറാക്കിയ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് എണ്ണയിൽ വെന്ത് കിട്ടണം. എണ്ണയിൽ വെന്ത് കിട്ടിയാൽ മാത്രമേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. വെള്ളത്തിൽ വേവിച്ചാൽ അല്ലെങ്കിൽ പിന്നെ എണ്ണ ആവശ്യമില്ലാത്തവർക്ക് ഇത് അപ്പച്ചെമ്പിലോ വല്ലോ അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. എണ്ണ ഒട്ടും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് എണ്ണ അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആവിയിൽ വേവിച്ചെടുത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മുട്ട നമ്മളിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ട. നമ്മുടെ പച്ചക്കറികൾ ഇവിടെ നിന്ന് ശരിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം നാരങ്ങ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്ക് ഈ ഒരു ചെറിയ പുളിപ്പും ഇതെല്ലാം കൂടെ സ്വാദ് വളരെ ഇഷ്ടപ്പെടും. പച്ചക്കറികൾ ശരിയായിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്ത് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം.
പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും തുല്യമായിട്ട് അതിൻ്റെ ആ ഒരു ഓംലെറ്റിൻ്റെ കനം ഒന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ തുല്യമായിട്ട് കിട്ടും. ഒന്ന് ഇട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കളർ കാണുമ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെടും. എല്ലാ വശത്തേക്കും നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഇത് വേണമെങ്കിൽ മടക്കി വെച്ച് നമുക്കുണ്ടാക്കാം, അല്ലെങ്കിൽ തിരിച്ചിട്ടുണ്ടാക്കാം. തിരിച്ചിടുമ്പോൾ നമുക്ക് ഈ പച്ചക്കറികളെല്ലാം താഴേക്ക് പോകും. അതുകൊണ്ട് നമുക്കിത് മടക്കിയെടുക്കാം. പച്ചക്കറി ഫില്ല് ചെയ്ത ഓംലെറ്റ് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. പച്ചക്കറി ഫില്ല് ചെയ്ത ഓംലെറ്റ് റെഡിയായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതാണ്. ഈ കളറൊക്കെ കണ്ടിട്ട് കുട്ടികൾ വളരെ ടേസ്റ്റിയുമാണ്, ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ നമുക്ക് ആക്കി കൊടുക്കാം. നമുക്കല്ലാതെ വീട്ടിൽ കഴിക്കാനും കുഞ്ഞുങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.